വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഇങ്ങനൊരു വ്ലോഗൊക്കെ ചെയ്യണം എന്ന് ഒരു പ്ലാനും ഇല്ലാതെ തുടങ്ങിയതാണ് കേട്ടോ. എന്റെ കോലം കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ഓക്കെ, വേറെ ഒന്നുള്ളത് ഇന്നത്തെ പരിപാടി എന്താ വെച്ചാല് നമ്മൾ കുറച്ച് സാധനങ്ങൾ അച്ഛന് വേണ്ടി ഉണ്ടാക്കി കൊടുത്തായിട്ടുണ്ട്. ഇവിടുന്ന് ഒരു അച്ഛൻ്റെ റൂമിലുള്ള ഒരാൾ ഇവിടുന്ന് പോകുന്നുണ്ട്. സോ അച്ഛന് ഇഷ്ടമുള്ള കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കി കൊടുക്കാം. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്. ഒന്നല്ല കുക്കിങ്ങിന്റെ കാര്യത്തിൽ ഞാൻ ഭയങ്കര വീക്കാണെന്ന്. അച്ഛനുള്ള കാര്യത്തിലാണ് ഞാനിപ്പോൾ ഇതിന് പുറപ്പെടുന്നത്. ഏത് ഇത് നമ്മൾ ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുള്ള ബീഫാട്ടോ. 2 kg നമ്മൾ ബീഫ് ഫ്രൈ ചെയ്ത് കൊടുക്കാനാണ് പ്ലാൻ ചെയ്തത്. അപ്പോൾ അരമണിക്കൂർക്ക് കഴിഞ്ഞ് സംഭവം നല്ല സെറ്റായിട്ടുണ്ട്. നമുക്കിത് ഫ്രൈ ചെയ്യണം. അപ്പൊ അതിന് മുന്നേ അപ്പോഴേക്കും അനുകൂട്ടന് വിശക്കുണ്ട് പറഞ്ഞു. അപ്പൊ നമുക്ക് അവന് കക്കിരിക്ക കൊടുക്കാം. അത് ചെറിയ കുട്ടിയാകുമ്പോ തൊട്ട് കക്കിരിക്ക ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എത്ര കൊടുത്താലും അവൻ കഴിച്ചോളും. അപ്പൊ ബീഫിന്റെ പരിപാടി കഴിഞ്ഞിട്ട് നമുക്ക് പത്തിരി ഉണ്ടാക്കാനുണ്ട്. പത്തിരി എന്നാ മറ്റേ എണ്ണയിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണ പത്തിരി ഇല്ലേ, എന്താ പറയാ, കട്ടിപ്പത്തിരി അല്ലെങ്കിൽ എണ്ണപ്പത്തിരി എന്നൊക്കെ പറയും. ആ പത്തിരിയാണ് കേട്ടോ. എന്തായാലും നമുക്ക് നോക്കാം. അനുക്കുട്ടായെ വിളിച്ചെന്ന് നോക്കാട്ടാ. എന്റെ സൗണ്ട് കേട്ടിട്ട് പോയാ. അപ്പൊ എണ്ണ നല്ല ചൂടായി. നമുക്ക് ഇത് ഇട്ട് കൊടുക്കാട്ടോ. ബീഫ് കുറേശ്ശെ നല്ല ചൂട് കൂടി വന്നു. എണ്ണ കുറച്ച് ചൂട് കൂടുതലായിട്ടാ, അതാണ് കയ്യിലൊക്കെ തെറിച്ചു. ഓക്കെ, അപ്പൊ നമ്മള് വറക്കാൻ വെച്ചിട്ട് അനുക്കുട്ടൻ്റെ ഒരു കക്കിരിക്ക. ഒരു കാര്യം പറയാൻ വിട്ടു. ഇന്ന് എനിക്ക് നോമ്പില്ല. വേറെ ഒന്നുമില്ല, നോമ്പ് എടുത്തില്ല. വേറെ ആരും ഇവിടെ ഇല്ല. ഇത് ഉണ്ടാക്കണം. 3 സാധനങ്ങൾ ഉണ്ടാക്കാനുണ്ട്. ഇപ്പം എന്തായാലും ടയർഡാവും. പിന്നെ നമുക്ക് ടേസ്റ്റ് ഒക്കെ ചെയ്ത് കൊടുത്തേക്കേണ്ട സാധനമല്ലേ. പൊതുവെ ഉണ്ടാക്കി പരിചയമുള്ളവർക്ക് കുഴപ്പമില്ല. ആദ്യമായിട്ട് ഉണ്ടാക്കുമ്പോൾ എന്തായാലും ഒരു ടേസ്റ്റ് ചെയ്യണം. അതുകൊണ്ട് ഞാൻ നോമ്പെടുത്തില്ല. അത്ര ഉള്ളപ്പോൾ നമുക്കിത് വറുക്കാം. പിന്നെ ഇവിടെ കണ്ടോ വലിയൊരു ഓട്ടം. ഇതിലൊരു ബാക്ക് സ്റ്റോറി ഉണ്ട്. ഒന്നും പറയണ്ട. അച്ഛനുള്ള സമയത്താണ് ഞാൻ ഇതുപോലെ പൂരി ഉണ്ടാക്കുകയായിരുന്നു. പൂരി രാവിലെ ഉണ്ടാക്കിയിട്ട് അപ്പോഴേക്കും എനിക്കൊരു കോള് വന്നു. അപ്പൊ കോള് ഞാൻ അച്ഛനെ ചെയ്തിട്ട് ഉമ്മർക്ക് സംസാരിക്കുന്നതാ. അപ്പൊ അച്ഛൻ അപ്പത്തേക്കും ബ്രഷ് ചെയ്യാൻ വേണ്ടിട്ട് ഫ്രണ്ടിലേക്ക് കിച്ചണിൽ അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. ഫോണിൽ സംസാരിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ പെട്ടെന്ന് അച്ഛൻ അയ്യോ ഇവിടെ കത്തടൂന്നൊക്കെ. ഇത് വയറ് കാലെന്നൊക്കെ പറയലേ. ടെൻഷൻ എടുത്തിട്ട് ഓടിട്ട് കാലൊക്കെ കുഴയും. ഇവിടെ വന്ന് കാണുമ്പോ ഇത് എണ്ണയില് ഞാൻ ഓഫാക്കാൻ മറന്നു. പൂരിയൊക്കെ ഉണ്ടാക്കലായിരുന്നു. പക്ഷെ കത്തി ഉണ്ടായിരുന്നു. സ്റ്റവ് ഓണായിരുന്നു. തീ ചട്ടിയില് പിടിച്ച് എന്നിട്ട് എണ്ണ അങ്ങനെ കത്തുക. ഉയരത്തിലൊക്കെ തീ കത്തുക. അങ്ങനെ ഉണ്ടായ ഓട്ടം. അങ്ങനെ പല ഓട്ടങ്ങളും ഇവിടെ ഉണ്ട്. അതൊന്നും ഞാൻ ഉണ്ടാക്കില്ല കേട്ടോ. അപ്പൊ ആ ഓരോ ഓട്ടയ്ക്ക് ഓരോ സ്റ്റോറികളാണ്. അപ്പോൾ ബീഫ് വറുത്തോണ്ടിരിക്കുന്ന സമയത്താണ് ഒരു കാര്യം ഓർമ്മ വന്നത്. വാഷിംഗ് മെഷീനിൽ തുണി ഇട്ടിട്ടുണ്ടായിരുന്നു. വാഷ് ചെയ്ത് കഴിഞ്ഞതാണ്. പക്ഷെ തോരടാൻ മറന്നു. അതിൽ തന്നെ കിടക്കുകയായിരുന്നു. അപ്പോ രാവിലെ 8 മണിക്ക് എങ്ങാനും നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. അപ്പോൾ ആദ്യത്തെ സെക്ഷൻ ഞാൻ കഴുകി തോരട്ടു. അപ്പം അതോടുകൂടി കഴിഞ്ഞു എന്നുള്ളൊരു ഓർമ്മയാണ്. പക്ഷെ രണ്ടാമത്തെ സെക്ഷൻ അതിൽ കിടക്കുന്നു. ശരിക്കും പറഞ്ഞാൽ വാഷിംഗ് മെഷീൻ വാങ്ങിയതൊരു മണ്ടത്തരായോ എന്നൊരു സംശയം. മറ്റേത് ഞാൻ തിരുമ്പി തോന്നിൽ ഒരു 5 മിനിറ്റ് കൊണ്ട് പരിപാടി ചെയ്യും. ഇതിപ്പോൾ എന്താ അവസ്ഥ വെച്ചാൽ അതിലിട്ട കാര്യം നമ്മൾ ഓർമ്മ ഉണ്ടാവുന്നില്ല. അലാറം വരും, അപ്പോൾ പോയിട്ട് വെള്ളം തിരിച്ചിടും, പിന്നെ മറക്കും, കഴിഞ്ഞു എന്ന് വിചാരിക്കുക. അങ്ങനെ ഇന്ന് രാവിലെ തുടങ്ങി തിരുമ്പല തിരിച്ച് എപ്പോഴാണ് കഴിയും. എങ്ങനെയുണ്ട് ബീഫ്? അച്ഛന് കൊടുക്കാനുണ്ടാവോ? തീർക്കോ? അതെ, ഈ സാധനം ഉണ്ടല്ലോ, തേങ്ങ, ഇത് കുറേ വർഷമായിട്ട് ഞാൻ ട്രൈ ചെയ്യണം. ഇതൊന്ന് 1 അല്ലെങ്കിൽ 2 കൊട്ടിനുള്ളിൽ പൊളിക്കാൻ. ഇത്രയും കാലമായിട്ട് എന്നെ കൊണ്ട് അതിന് സാധിച്ചിട്ടില്ല. ഈ ക്യാമറ ഓണാക്കണതിൻ്റെ മുന്നേ ഒരു 10-15 വട്ടം ഞാൻ ഇതിട്ട് കൊട്ടിയിട്ടുണ്ടാവും. എൻ്റെ കൈ ഇങ്ങനെ ചുവന്ന് കളറായി എന്നല്ലാതെ വേദന അല്ലാണ്ട് ഇത് പൊങ്ങിയില്ല.
ഇതിന് വല്ല ട്രിക്കും ഉണ്ടാവും. 2 3 4 5 6 7 നമുക്ക് തേങ്ങ ചിരകാം. പണ്ടേ വീട്ടിലൊക്കെ ആവുന്ന സമയത്ത് ഈ ഒരു പണി പഠിക്കാത്ത ഏതൊരു പണിയും ചെയ്യാൻ ഭയങ്കര എടുത്തു. അറിയണ പണിയാണെങ്കിൽ ഉമ്മച്ചിപ്പോൾ പറയാണ് ആ മൂല പാത്രം കഴിക്കുന്ന മൈൻഡ് ആക്കൂല, തിരുമ്പ അങ്ങനെയുള്ള പണിയാണ് നല്ലത്. പക്ഷെ തേങ്ങ ചിരകാൻ അറിയുണ്ടാവില്ല. അപ്പം ഉമ്മച്ചി ഞാൻ ചെറിയ തരം വെച്ചാൽ ഞാൻ ചെറുതായിട്ട് പറയും, പിന്നാലെ നടക്കും. എന്നിട്ടത് പഠിച്ചാൽ പിന്നെ ആ പരിസരത്തേക്ക് പോകില്ല. അപ്പൊ എപ്പോ ഈ ചിറകെടുക്കുമ്പോഴേക്കും ആ കാര്യം ഓർമ്മ വരും കേട്ടോ. ഞാൻ മാത്രമാണ് എങ്ങനെയാണോ എനിക്ക് അറിയില്ല കേട്ടോ. വേറെ ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യും. അപ്പൊ എന്താണ് നമ്മള് പത്തിരി ഉണ്ടാക്കണം. അപ്പൊ അതിലേക്ക് ചിറകിടാനുള്ളതാണ് കേട്ടോ ഈ തേങ്ങ. സത്യം പറഞ്ഞൊരു കാര്യം പറയട്ടെ, കുറച്ച് ദിവസമായിട്ട് ഇപ്പൊ എന്തുണ്ടാക്കിയാലും വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഞാൻ ഒരു സത്യം മനസ്സിലാക്കി, നമ്മൾ ഉണ്ടാക്കാത്തോണ്ടാണ് നമ്മൾ ഉണ്ടാക്കണത് നന്നാവാത്തത്. ഉണ്ടാക്കി നമുക്കൊരു ഇത് വരും. എന്ത് ഒരു സംഭവം കുറച്ചുപോലെ ഇങ്ങനെയൊക്കെ ഡയലോഗ് അടിച്ചിട്ട് ഇന്നത്തെ എങ്ങാനും കോളായി കഴിഞ്ഞാൽ തീർന്ന്. പിന്നെ അച്ഛന് പൊതുവെ ഒരു അഭിപ്രായമുണ്ട്. ഇപ്പൊ ഞാൻ എന്തുണ്ടാക്കിയാലും പറയും, എന്നെ കൊണ്ട് ഇത്രേ പറ്റുള്ളൂ ചിപ്പു, നീ ട്രൈ ചെയ്യണ്ട, എനിക്കറിയാം തന്നെ, അതുകൊണ്ട് ഈ ട്രൈ ചെയ്യണ്ട, കുഴപ്പമില്ല, നമുക്ക് കടയിൽ നിന്ന് വാങ്ങി കഴിക്കാട്ടെ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കും. പക്ഷെ ഇന്ന് ഈ പത്തിരിയും ബീഫും പിന്നെ കല്ലുമ്മക്കായൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അച്ഛൻ മാറ്റി പറയിപ്പിക്കും ഞാൻ. നോക്കാം. പത്തിരിക്കുള്ള എന്താ പറയുക, പൊടി മാവ് വാട്ടാൻ പോവാണ്. അതാണ് ഏറ്റവും ടെൻഷനുള്ള എനിക്ക്. വെള്ളം കൂടുക പോലെ എന്തൊക്കെയാണ്, അതാണ് പ്രശ്നം. വെള്ളം തിളച്ചിട്ടുണ്ട്, നമുക്ക് ഇടാം. ശരിയാ മതിയല്ലേ. അപ്പൊ പേടിച്ച പോലൊന്നും ഉണ്ടായില്ല. പാകത്തിന് തന്നെ വന്നു. കുറച്ചേരം ഇരുന്നപ്പോഴത്തേക്കും മാവ് സെറ്റായിട്ടോ. നമുക്കിത് നന്നായിട്ട് മിക്സാക്കി നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കണം. അപ്പൊ ഞാൻ 2 ഭാഗമായിട്ട് എടുക്കാൻ വിചാരിച്ചു. അപ്പൊ നമുക്ക് വേഗം കുഴച്ചു കിട്ടുമല്ലോ. പത്തിരി അപ്പം നമ്മൾ പരത്തി വെച്ചു കേട്ടോ. ഇനി നമുക്കത് പൊരിച്ചെടുക്കാം. അപ്പോഴേക്കും അച്ഛനെത്തിട്ടോ. പിന്നെ എനിക്കിന്നെ വിശ്വാസമില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ അച്ഛനെ ഏൽപ്പിച്ചു എരുന്ത് റോസ്റ്റാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അച്ഛനാണ് നന്നായിട്ടൊക്കെ ചെയ്യുക. ഞാൻ വെറുതെ പരീക്ഷിച്ച് കൊളാക്കണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ പത്തിരി ഒരുവിധമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. പിന്നെ റോസ്റ്റും അപ്പോഴേക്ക് റെഡി ആയിട്ട് ചൂടാറാൻ വെച്ചു കേട്ടോ. അപ്പോൾ ഇനി നമുക്കത് തണുത്തിട്ട് പാക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കണം. അപ്പോഴേക്കും ഞാൻ കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ആക്കാൻ ഉണ്ടായിരുന്നു. പാത്രമൊക്കെ കഴുകി പിന്നെ സ്റ്റൗവൊക്കെ നാശമുണ്ടായിരുന്നു, അതൊക്കെ ക്ലീൻ ചെയ്തു. അപ്പോഴേക്കും അച്ഛൻ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആള് 11 മണിക്കാണ് ഫ്ലൈറ്റ്. അപ്പോൾ അതിൻ്റെ മുന്നേ നമ്മൾ കൊണ്ടു കൊടുക്കണം. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് പാക്കിങ് കഴിഞ്ഞിട്ട് അച്ഛൻ ഇറങ്ങാൻ നേരത്തെ അയാളെ വിളിച്ചു കൂട്ടാം. എന്താ പറയാ, വിഷമമായിട്ടാട്ടോ ഞാനിപ്പോൾ ഉള്ളത്. എന്താ പറയാ, ഞാൻ വീഡിയോ എടുക്കണൊക്കെ സത്യം പറഞ്ഞാൽ നിർത്തി ഇതിൻ്റെ ഇടയിൽ. ഇപ്പൊ ചെറുതായിട്ടൊരു ആശ്വാസം തോന്നിയപ്പോഴേ ഞാൻ വീഡിയോ എടുത്തേ, വേറെ ഒന്നല്ല. എല്ലാം കഴിഞ്ഞ് ഇത് നമ്മൾ പാക്ക് ചെയ്യണ വരെ നിങ്ങൾ കണ്ടില്ലേ. പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അച്ഛൻ്റെ അടുത്തേക്ക് പോണ ആളില്ലേ, അവരെ വിളിച്ചതാണ് സാധനം കൊടുക്കാൻ വേണ്ടി. അപ്പോഴാണ് അറിയണത്. അതിന് മുന്നേ ഞാൻ കണ്ടു യുദ്ധം നടക്കുന്നുണ്ട് എന്നൊക്കെ. പക്ഷെ ഇത്ര ഞാൻ പ്രതീക്ഷിച്ചില്ല. പെട്ടെന്നാണ് അവരെ വിളിച്ചപ്പോൾ പറഞ്ഞത് ഫ്ലൈറ്റൊക്കെ ക്യാൻസലായി. കരഞ്ഞു ഞാൻ, ശരിക്കും പറഞ്ഞു. അത്ര നമ്മളൊരു ഇഷ്ടത്തിൽ അത്രയും അവർക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അത്രയും ഇതിലാണ്. കാരണം അച്ഛന് അത്രയും ഇഷ്ടമാണ് ഇങ്ങനത്തെ സാധനങ്ങൾ. എന്താ പറയുക, കല്ലുമ്മക്കായ ഇരുന്ന് ബീഫൊക്കെ. അപ്പോൾ ഞാൻ അത്രയും സ്നേഹത്തോടെ നമ്മൾ ഉണ്ടാക്കിയിട്ട് കൊടുക്കാൻ പറ്റില്ല കരച്ചിൽ. അപ്പം അച്ഛന് മനസ്സിലായി സംഭവം. ഞാൻ ആകെ സാഡായിട്ടാവും ഇരിക്കേണ്ടതാണ്. അപ്പോൾ അച്ഛൻ വിളിച്ച് അതിന് ശേഷം കേട്ടോ ഒന്ന് ആശ്വാസമായത്. എന്നോട് കുറേ സമാധാനിച്ചിട്ടോട് പറഞ്ഞ് വിഷമിക്കേണ്ട, അത് നീ നോമ്പുറക്ക് കുറച്ച് എടുത്തോ ബീഫ് എന്നൊക്കെ പറഞ്ഞു. പിന്നെ ലാസ്റ്റ് അത് അച്ചാറുണ്ടാക്കാന്നുള്ളൊരു തീരുമാനത്തിലെത്തിയപ്പം നമുക്കിനി അത് അച്ചാറാക്കണം. അപ്പോൾ കുറച്ചും കൂടി ദിവസം എടുത്ത് വെക്കാമല്ലോ. പത്തിരി പിന്നെ വേറെ ദിവസം ഉണ്ടാക്കി കൊടുക്കാം.
എന്തായിരുന്നു മലപ്പുറം കത്തി അമ്പുണ്ടിലും. എൻ്റെ ആവേശം കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നിയിരുന്നു എന്തൊക്കെയോ തകരാറ് വരാൻ പോകുന്നു. അച്ഛൻ ഇത് മാറ്റി പറയിപ്പിക്കും ഞാൻ. നോക്കാം, പറയിപ്പിക്കും ഞാൻ. എന്നാലും യുദ്ധത്തിൻ്റെ രൂപത്തിൽ വരുന്ന ഞാൻ ഒരിക്കലും വിചാരിച്ചു. അച്ഛന് ഭാഗ്യമില്ല, ഇതിപ്പോൾ രണ്ടാമത്തതാണ് ഇങ്ങനെ. ഇതിന് മുന്നേ പ്രാവശ്യം ഉണ്ടാക്കിയിട്ട് അച്ഛന് എത്തിയില്ല. പോണ ചേട്ടൻ ലീവ് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ക്യാൻസലായിട്ടുണ്ടായിരുന്നു. നല്ല ഭാഗ്യമാണ് അച്ഛന്. ഓക്കെ, അപ്പം അച്ഛന് ഉണ്ടാക്കിയ ഇതിൻ്റെ കാര്യത്തിലൊരു തീരുമാനമുണ്ട്, ഞാൻ കാണിച്ചു തരാം. എന്താ അച്ഛനുണ്ടാക്കിയ ഇപ്പോൾ ആരുടെയൊക്കെ വയറ്റിലെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ബോംബ് വീണിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. കുറച്ച് വിഷമവും പേടിയും എല്ലാം ഉള്ളൊരു സിറ്റുവേഷനാണ്. എന്തായാലും എന്തുവാ ചെയ്യാം, ആർക്കും ഒരു അപകടവും പറ്റല്ലേ, ഒരു ബുദ്ധിമുട്ടുണ്ടാവല്ലേ. ഓക്കെ, അപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ഇങ്ങനെയൊക്കെ സംഭവിച്ചു. കുഴപ്പമില്ല, ഞാൻ കുറേ വിഷമിച്ചു. എന്നാലും നമുക്കിനി ഉണ്ടാക്കാമല്ലോ അല്ലേ. അപ്പോൾ മെയിനായിട്ട് നമുക്ക് യുദ്ധമാണ് അവിടെ നടക്കുന്നത്, ആ ഒരു ഇഷ്യൂ ആണല്ലോ നമുക്ക് കൂടുതൽ വിഷമം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് അവർക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യാം, എല്ലാവരും സേഫായിരിക്കട്ടെ എന്ന്. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം. ബൈ.